വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഉള്ളിയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മൈദ എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബീഫാണ്. അപ്പോൾ നമുക്ക് ബീഫോ ചിക്കനോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാനിത് കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫിന് പകരം ചിക്കൻ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ ബീഫൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒന്ന് അരച്ചെടുക്കരുത്, ഒന്ന് ചെറിയ രീതിയിലൊന്ന് പൾസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിക്കൻ ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കന് വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിംഗ് റെഡിയാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഈ ഫില്ലിങ്ങിൽ, ഉള്ളിയൊന്നും ഇടുന്നൊന്നുമില്ല. ഇനി നമ്മൾ പാനിലേക്ക് നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് എടുത്തിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ടാണല്ലോ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടാകുക. അതുകൊണ്ട് ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഉള്ളത്, നമ്മൾ കുക്ക് ചെയ്യുമ്പം കുരുമുളക് പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എരിവ് നമ്മൾ ചേർക്കാതാണ് വേവിച്ചെടുത്തെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിനൊക്കെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മുടെ സ്നാക്സിനേക്ക് വേണ്ടി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ എടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ സമൂസക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്യാതെ മാർക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഇതിൽ കാണാമല്ലോ, നേരെ ഒരു വര കാണുന്നില്ലേ, അതേപോലെ തന്നെ 4ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഫില്ലിങ് കറക്റ്റായിട്ട് വെക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 സൈഡിലും നമുക്ക് ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വലിയ ചപ്പാത്തി രൂപത്തിലാണ് പരത്തിയെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. 8 കഷ്ണമൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിംഗ് ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തിയുടെ ഒക്കെ റൗണ്ടിൽ തന്നെ ഒന്നും കൂടിയും പരത്തി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കൈവച്ച് 4 ഭാഗത്തും ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം.
ഇനി ഇതൊന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോ പീസ് എടുത്തിട്ട് ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കൈവച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ട് തന്നെ 2 പീസ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മുങ്ങി പൊരിയേണ്ട ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഒന്ന് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സ് ആണ്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സമോസയുടെ ഒക്കെ ഒരു കളർ ആവുന്നവരെ, ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സ്നാക്സ് ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.